ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എപ്പോഴും എനിക്ക് ഓർഡർ തരുന്ന ഒരു കസ്റ്റമറിന് തന്ന ഓർഡർ ആയത്. അവർക്ക് സിമ്പിളായിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് മതി. അപ്പോൾ അവർക്ക് ഒത്തിരി കളറോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ മതി. ഡിസൈൻ ഒന്നും ഒരു പറയത്തില്ല കേട്ടോ. നമുക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്കാണെങ്കിൽ ഒത്തിരി ചോക്ലേറ്റൊക്കെ ഡ്രിപ്പ് ചെയ്ത് അങ്ങനത്തെ ഇപ്പോൾ പറയത്തില്ല നമ്മളിങ്ങനെ ചോക്ലേറ്റ് ലവർന്ന്, അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. അവർക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സെയിം ഇതുപോലെ തന്നെ അവർക്ക് എപ്പോഴും റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ബർത്ത്ഡേ എന്തുണ്ടെങ്കിലും അവർ എനിക്ക് തന്നെയാണ് കേക്കിൻ്റെ ഓർഡർ തരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയായിട്ട് തന്നെ നമ്മളൊന്ന് കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കാണെങ്കിൽ 1 kg കേക്ക് റെഡിയാക്കി 7 inch മുകളിലാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. ബേസ് നമുക്കാണെങ്കിൽ 3 layers ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഷുഗർ സിറപ്പും സോക്ക് ചെയ്തിടും. ഷുഗർ സിറപ്പിനകത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കോഫി പൗഡറും ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും ചോക്ലേറ്റ് കേക്കിന് വരുന്നത്. പിന്നെ ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേളിൽ കൂടെ എക്സ്ട്രാ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. 1:2 റേഷ്യോയിൽ വേണം നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് ബട്ടറും ഇട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് റെഡിയായി കിട്ടും. ഇത് വൈറ്റ് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ ആണെങ്കിൽ സെയിം ഇത് തന്നെയായിരിക്കും റേഷ്യോ കേട്ടോ. അഥവാ നമുക്ക് ട്രഫിൾ ഉണ്ടാക്കണമെങ്കിൽ 3 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് 1 കപ്പ് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമേ. അപ്പം ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്കതും മെൽറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വയ്ക്കുക. അഥവാ സമയം ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് നമ്മൾ ട്രഫിൾ റെഡിയാക്കത്തില്ലേ, ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്, അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നമ്മളത് യൂസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം. നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്കെല്ലാം പഠിക്കണം കേക്കിൻ്റെ ഒക്കെ എല്ലാം ഫുൾ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ ക്രംകോട്ടൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് തൊട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളല്ലെങ്കിൽ കണ്ട് ബോറായി പോകത്തില്ല. അത് കാരണം കൊണ്ട് ഫുള്ളായിട്ട് പെട്ടെന്ന് തന്നെ കാണിച്ച് ബോറാക്കുന്നില്ല കേട്ടോ ഞാൻ നിങ്ങൾ. അതുകൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് സമയമുണ്ട്. ഇപ്പോൾ ചൂട് സമയമില്ല, ഒരു 10-15 മിനിറ്റിലേക്ക് നമുക്ക് ഫ്രിഡ്ജിലും സെറ്റ് ആവാനായിട്ട് വെക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ക്രം കോട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ബോർഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് വെക്കാനായിട്ട്. ഇതാണെങ്കിൽ ഇന്ന് നമുക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെയാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ക്രീമില്ലേ, അതുകൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. മേളിയാണെങ്കിൽ വൈറ്റും കൊണ്ട് അത് നമുക്ക് കുറച്ചൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വൈറ്റ് ക്രീം എടുത്ത് വിപ്പ് ചെയ്ത് അത് ക്രീം തന്നെയാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. പിന്നെ സൈഡിലാണെങ്കിൽ ഒരു സ്ക്രാപ്പർ കൊണ്ട് സ്ക്രാപ്പർ ഡിസൈനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്പൺ സ്റ്റാർ ടിപ്പ് നോസിലും സൈഡിലൊക്കെ കുറച്ച് റോസറ്റുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കാണെങ്കിൽ നല്ല അടിപൊളി റിവ്യൂ ആകട്ടെ കിട്ടുന്നത്. എനിക്ക് അവർക്ക് ഒത്തിരി തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ഡിസൈൻ. അവരങ്ങനെ ഡിസൈനോ ഒന്നും പറയാറില്ല കേട്ടോ. അവരെപ്പോഴും പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കിയാൽ മതി, അത് ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണെന്ന് പറയും. അപ്പോൾ അത്രയ്ക്ക് അവർക്ക് ഇഷ്ടം അത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല റിച്ചായിട്ട് നല്ല കേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്ത് കസ്റ്റമർ എപ്പോഴും തിരിച്ച് എപ്പോഴും വരും കേട്ടോ. അവർ നമ്മുടെ അടുത്ത് തന്നെ ഓർഡർ എടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കസ്റ്റമറിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കേക്ക് എങ്ങനെ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ സെയിം അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറ്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഫൈൻ കോട്ടൊക്കെ ചെയ്ത് ഇതുപോലെ റോസറ്റൊക്കെ വരച്ച് കൊടുത്ത് പിന്നെ ചോക്ലേറ്റ് ഗനാഷ് നമുക്കാണെങ്കിൽ തണുപ്പ് സമയമാണെങ്കിൽ തിക്കായിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്നും കൂടെ മെൽറ്റ് ചെയ്തെടുക്കണേ. അല്ലെങ്കിൽ പിന്നെ ചൂട് സമയമാണല്ലോ, അതുകൊണ്ട് ഇപ്പോൾ മെൽറ്റൊന്നും ആവത്തൊന്നുമില്ല. പിന്നെ വല്ല കട്ടകളുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. എന്നാലും നല്ല ക്ലിയർ ആയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേളിൽ കൂടെ അവർ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ അത് ഹാപ്പി ബർത്ത്ഡേ മമ്മീന്ന് അങ്ങനെ എഴുതണമായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, മമ്മിയും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് നമ്മൾ. പിന്നെ കുറച്ചാണെങ്കിൽ ഗോൾഡൻ സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.